പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രബോധന ദൗത്യത്തിന് വേണ്ടി നിരവധി കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും അനുഭവിക്കുകയുണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിരവധി പ്രവാചകന്മാർ അവരെക്കാൾ ഏറ്റവും അധികം കഷ്ടപ്പെട്ട പ്രവാചകൻ നമ്മുടെ ലൗകിക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം പരിശ്രമത്തിലായിരുന്നു. ആ പ്രവാചകൻ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ സന്മാർഗത്തിന് വേണ്ടി നിരവധി കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും അനുഭവിച്ചു. ത്വായിഫിന്റെ തെരുവീതിയിൽ വന്നുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരെ പരിശുദ്ധമായ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ നിങ്ങളെ പുച്ഛിച്ചു തള്ളുക മാത്രമല്ല, അങ്ങാടി പിള്ളേരെ വിട്ടുകൊണ്ട് പ്രവാചകനെ കല്ലെറിഞ്ഞില്ലേ, പ്രവാചകന്റെ ശരീരം രക്തവർണ്ണമായില്ലേ, ആ പരിശുദ്ധമായ രക്തമൊലിക്കുമ്പോഴും ഭൂമിയിലേക്ക് വീഴാതെ തുണിയെടുത്തുകൊണ്ട് തുടച്ചു. അഥവാ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ നാഥന്റെ ശിക്ഷയിലേക്ക് പിടികൂടുമോ, നാഥന്റെ ശിക്ഷ ദുനിയാവിൽ ഒന്ന് പിടികൂടുമോ എന്ന് ഭയന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുണിയെടുത്തുകൊണ്ട് ആ രക്തം താഴെ വീഴാതെ നോക്കുമ്പോൾ മലകളേൽപ്പിക്കപ്പെട്ട മലക്കുകൾ വന്നുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരു പർവ്വതം കാണിച്ചുകൊണ്ട് പ്രവാചകനെ അങ്ങേ ആക്രമിച്ച, അങ്ങേ അവഹേളിച്ച, അങ്ങേ വിളിച്ച, അങ്ങേ കല്ലെറിഞ്ഞായി ജനതയെ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പർവ്വതത്തിന്റെ ഇടയിൽ വെച്ച് അവരെ ഞെരിച്ചു കൊല്ലട്ടെയോ പ്രവാചകരെ.